ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1-4 വാക്യങ്ങൾ വായിക്കട്ടെ. മത്തായി 16-ന്റെ 1-4 വാക്യങ്ങൾ. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്ക വന്നു, ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. 4-ാം വാക്യം. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. പിന്നെ അവൻ അവരെ വിട്ട് പോയി. വിശുദ്ധ മത്തായി 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരും കർത്താവിനെ സമീപിച്ച് കൈ കഴുകുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ കാണുന്നു. ഇവിടെ പരീശന്മാരും സദൂക്യരും അവനെ പരീക്ഷിക്കാൻ അടുത്ത് ചെന്നതായി രേഖപ്പെടുത്തുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും തമ്മിലുള്ള കൂട്ടായ്മ സ്വാഭാവികമായി ഉള്ളതാണ്. ഈ രണ്ട് കൂട്ടരും ബാഹ്യമായ നിലയിൽ ശരിയായിട്ടുള്ളവരാണ്. പലപ്പോഴും അവരെ ഒന്നിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അത് പല ഭാഗത്ത് നമ്മൾ കാണുന്നു സുവിശേഷങ്ങളിൽ. എന്നാൽ സദൂക്യർ ന്യായവാദികളാണ്. അവർ സാധാരണയിൽ ഉപരിയായിട്ടുള്ളതിൽ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് പരീശരുമായിട്ടൊന്നും പലപ്പോഴും സദൂക്യന്മാർ പൊരുത്തപ്പെട്ടു പോകില്ല. ഈ രണ്ട് കൂട്ടരുടെയും പ്രത്യേക തീരുമാനം കർത്താവിനെ എതിർക്കുക എന്നതാണ്. പീലാത്തോസും ഹെരോദാവും യേശുവിൻ്റെ കാര്യത്തിൽ സ്നേഹിതന്മാരായി തീർന്നു. പരീശരും സദൂക്യരും തമ്മിൽ വിശ്വാസത്തിൽ പൊരുത്തമില്ല. ആത്മാവും ദൂതനുമുണ്ടെന്ന് പരീശന്മാർ വിശ്വസിക്കുന്നു. ഇത് രണ്ടുമില്ലെന്ന് സദൂക്യർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പുനരുത്ഥാനം, ന്യായവിധി എന്നിവ പരീശർ വിശ്വസിക്കുന്നുവെങ്കിലും സദൂക്യന്മാർ അതിലും വിശ്വസിക്കുന്നില്ല. പരീക്ഷ അവിശ്വാസത്തിൻ്റെ ഫലമാണ്. പരീശന്മാർ ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അവരുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ പാലിക്കാൻ അനുവദിക്കുന്ന ഏത് സംഘടനയുടെ കീഴിലും ഇണങ്ങിപ്പോകാൻ അവരെപ്പോഴും ഒരുക്കമായിരുന്നു. എന്നാൽ സദൂക്യർ ചുരുക്കവും അപ്പോൾ തന്നെ വളരെയധികം ധനാഢ്യരുമായ ഒരു വിഭാഗമായിരുന്നു. തങ്ങളുടെ ധനവും മാനവും സംരക്ഷിക്കുന്ന ഏത് ഗവൺമെൻറ്റും അവർക്ക് സ്വീകാര്യമാണ്. അതുപോലെ തന്നെ ഏത് വിശ്വാസ വ്യതിചലനങ്ങളെയും അവർ സ്വീകരിക്കുമായിരുന്നു. പരീശന്മാർ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഗ്രൂപ്പാണ്. എന്നാൽ സദൂക്യർ അങ്ങനെയല്ല. ഇങ്ങനെ യോജിക്കാൻ നിർവാഹമില്ലാത്ത രണ്ട് വിഭാഗമാണ് ഇവരെങ്കിലും യേശുവിനെ നിഷ്കാസനം ചെയ്യുന്ന കാര്യത്തിൽ ഈ രണ്ട് ഗ്രൂപ്പും ഒന്നിച്ച് ചേർന്നു എന്നാണ് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ കർത്താവ് ഒരടയാളം ചെയ്തു കാണിക്കാനായി പരീശരും സദൂക്യരും ഒന്നിച്ച് ആവശ്യപ്പെട്ടു. അവൻ ചെയ്ത അനേകം അടയാളങ്ങളുടെ മുൻപിൽ അവരെ അന്ധന്മാരായി തീർന്നിട്ടുണ്ട്. പരീശന്മാർ അവനെ ബെൽസബൂൽ എന്ന് വിളിച്ചു. അവരുടെ മധ്യത്തിൽ ചെയ്ത അടയാളങ്ങൾക്ക് അവർ അന്ധന്മാരായി പെരുമാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ താഴ്ചയിലും ഉയർച്ചയിലും മശിഹ ഒരു അടയാളമാണ്. സ്വർഗം ഉയരത്തെയും ഭൂമിയെയും അല്ലെങ്കിൽ ഭൂമി താഴ്ചയെയും ഒക്കെ കാണിക്കുന്നു. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ സന്ധിക്കുന്നു. അവൻ ദൈവവും മനുഷ്യനുമാണ്. അവൻ്റെ ജനനത്തിൽ നാം താഴെയും ഉയരത്തിലും ഇതേ അടയാളം കാണുന്നുണ്ട്. ദൈവം ശിലകളിൽ ചുറ്റിയുള്ള ഒരു ശിശുവായി പ്രത്യക്ഷപ്പെടുന്നു. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർ, ഒരു വിഭാഗം അടയാളങ്ങൾ അന്വേഷിക്കുന്നു, സദൂക്യ വിഭാഗം അധികാരത്തിലും സമ്പത്തിലും കൂടുതൽ
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പുമായിരുന്നു. കർത്താവ് പറയുന്നത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് മറ്റ് ഒരടയാളവും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഊന്നി പറയുകയും ചെയ്യുന്നു. യോനയാണ് അടയാളം. ദൈവത്തിൻ്റെ അടയാളം യേശു മശിഹയായി, രക്ഷകനായി ലോകത്തിൽ വന്നു എന്നതാണ്. അതുകൊണ്ട് ഇവരുടെ തർക്ക സംഭാഷണങ്ങളിൽ നിന്ന് കർത്താവ് പെട്ടെന്ന് അതൊക്കെ അവസാനിപ്പിച്ച് അവരെ വിട്ടുപോയി. തന്നോട് മത്സരിക്കുന്നവരോടും പരീക്ഷിക്കുന്നവരോടും ഏറെ സമയം യേശു ഇടപെട്ട് തർക്കിക്കാൻ നിൽക്കുന്നില്ല. സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവുണ്ടാകുമെന്നും രാവിലെ ചുമന്ന് കണ്ടാൽ മഴക്കോൾ ഉണ്ടാകുമെന്നും അറിയുന്നു. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ എന്നാൽ സത്യദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെയും പാരമ്പര്യങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവ് അവരുടെ സന്നിധിയിൽ നിന്ന് വാങ്ങിപ്പോയി എന്ന് മത്തായി രേഖപ്പെടുത്തുന്നു. ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ അതേ രീതിയിൽ അംഗീകരിക്കാൻ ആകുന്നില്ലെങ്കിൽ ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് അകന്നു പോകും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ദൈവിക പ്രവൃത്തി, നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ദൈവത്തിൻ്റെ പ്രതികരണങ്ങൾ, ഇതല്ല ദൈവരാജ്യത്തിൻ്റെ അടയാളം. അതുകൊണ്ട് കർത്താവ് അവരെ വിട്ട് മറ്റ് സ്ഥലത്തേക്ക് പോയി. ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസവും പ്രതികരണവും ദൈവകേന്ദ്രീകൃതമാകാൻ ഇടയാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നമ്മളെ സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അംഗീകരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് സാധ്യതകളുടെ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പോലെയുള്ള ദൈവത്തെ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളെ തന്നെ രൂപപ്പെടുത്താൻ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ഞങ്ങളെ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.